ശരിക്കും നമ്മൾ നാട്ടിലേതോ ഒരു വനത്തിൻ്റെ സൈഡിൽ പോയി നിന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയുള്ളൊരു കാഴ്ചയാണ്. ഈ സ്പോട്ട് എങ്ങനെയുണ്ട്? കണ്ണെത്താ ദൂരത്തോളം ഈ ഒരു മരങ്ങൾ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് നാദൽ ഷെയ്ബയിലുള്ള ഒരു സ്പോട്ടിലാണ്. കുറേ മരങ്ങളൊക്കെ നിറഞ്ഞിട്ടൊരു കാട് പോലെയുള്ളൊരു സ്ഥലമാണ്. ഇത് ശരിക്കും പേരൊന്നും ഇല്ല. നാദൽ ഷെയ്ബ 2 ആണെന്ന് തോന്നുന്നു ഈ ഒരു ഏരിയ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവൻ കുറേ മരങ്ങളാണ്. വനം പോലെയുള്ള കുറേ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഏത് മരമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്പോട്ടിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ദുബായ് അലൈൻ റോഡിൽ ഈ സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് D67 എക്സിറ്റാണ് എടുക്കേണ്ടത്. മെയിൻ റോഡിനുള്ളിൽ കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു റൗണ്ട് അബൌട്ട് ഗൂഗിളിൽ കാണിക്കും. പക്ഷേ ഇപ്പോൾ ആ റൗണ്ട് അബൌട്ട് ഇല്ല, കാരണം റോഡ് പണി, അവിടെ ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് വേറൊരു റൗണ്ട് അബൌട്ട് കിട്ടും. അവിടെ നിന്ന് യു ടേൺ എടുത്ത് വന്നാൽ നമുക്ക് കറക്റ്റ് ഈ സ്പോട്ടിലോട്ടുള്ള എൻട്രൻസിലോട്ട് കയറാൻ പറ്റും. മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് റോഡാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ കുഴപ്പമില്ല. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ടുള്ള ഒരു ഡീവിയേഷൻ കിട്ടും. ഒരു ഓഫ് റോഡാണ്. ഓഫ് റോഡ് പോലെ കാണുന്ന ഒരു റോഡ് കിട്ടും. ആ ഡീവിയേഷൻ എടുത്താൽ മതി. ഈ വരുന്ന ഭാഗത്ത് മുഴുവൻ കുറേ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലത്തും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന നല്ല റോഡുകളാണ്. പ്രശ്നമൊന്നുമില്ല. ഈ സ്പോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നാദൽ ഷെയ്ബ പാലസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അധികം ശബ്ദമൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ സ്പോട്ടിൻ്റെ എൻട്രൻസ്. ഞാനെന്തായാലും കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് അവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. എൻ്റെ ഈ പുറകെ കാണുന്ന ഈ റോഡില്ല, ഇത് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മുഴുവൻ ഈ ഒരു മരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാൻ ആ എൻട്രൻസിൽ നിന്ന് കയറിയിട്ട് 1 കിലോമീറ്ററോളം ഏകദേശം വന്നിട്ട് ഞാനിതാ ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ മുഴുവൻ എന്താ പറയുക, പിന്നെ കിളികളുടെയൊക്കെ ശബ്ദവും പച്ചപ്പും മരങ്ങളും, നല്ല തണുപ്പുമാണ്. തിരക്കൊന്നും ഇല്ല, ആരും തന്നെ ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഫാമിലി മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പോട്ടിൽ. ഞാനിങ്ങനെ യൂട്യൂബിൽ വേറൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു സ്പോട്ടിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയത്. ഞാൻ വൈകുന്നേരം പോകുന്നതാണ്. വളരെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ റോഡാണ്. ഈ റോഡിൻ്റെ നേരെ ഉള്ളിൽ കയറിയാൽ ഉള്ള ഇത് കണ്ടോ, ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം മരങ്ങൾ ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുകയാണ്. ഈ മരത്തിനൊക്കെ നല്ല പൊക്കമുണ്ട് കേട്ടോ. നല്ല തണലാണ്. ഇപ്പോൾ സൺസെറ്റ് ആകുന്ന സമയമാണ്. പൊതുവേ ചൂടുള്ള സീസണാണ്, പക്ഷേ തീരെ ചൂടില്ല ഇവിടെ. ഇപ്പോൾ ഇടയ്ക്ക് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ ചില വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പോസ്റ്റുകൾ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നാദൽ ഷെയ്ബ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ നാദൽ ഷെയ്ബ ഏരിയയാണ്. ഇവിടെ ഈ കാണുന്നതൊക്കെ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ നല്ല ലെങ്ത് ഉണ്ട്. ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെൻസ് ഉണ്ട്. അതിൻ്റെ പുറത്ത് ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, കുറേ ഏതോ ഒരു വില്ല പ്രോജക്റ്റോ അങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ട്. ആ സൈഡിൽ കുറച്ച് ദൂരമായിട്ട് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇനി കറക്റ്റ് അറിയില്ല അത് ഏത് ലൊക്കേഷനാണെന്നറിയില്ല, പക്ഷേ അവിടെ കുറേ ബിൽഡിങ്ങൊക്കെ ആ സൈഡിൽ കാണുന്നുണ്ട്.
അതുണ്ടോ അച്ചു ഡോഗ്? ഈ സ്പോട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൈക്കിൾ കൊണ്ടുവരണമായിരുന്നല്ലേ? സൈക്കിൾ കൊണ്ടുവന്നാൽ ഇവിടെ എങ്ങനെ ചവിട്ടാൻ പറ്റും ഇവിടെയൊക്കെ? ഒരു രക്ഷയില്ലാത്ത വൈബാണ്. നല്ല രസമാണ്. ഫാമിലിയായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് വൈകുന്നേരം വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും നിങ്ങൾ മിസ്സാക്കരുത്. നമുക്കിനി ആദ്യം കണ്ട എൻട്രൻസ് സ്പോട്ടിൻ്റെ അങ്ങോട്ട് പോകാം. പോകുന്ന വഴിക്കുള്ള ആ കാഴ്ചകളും കാണിക്കാം. അതുപോലെ നമുക്ക് ആ എൻട്രൻസിൽ കുറച്ച് കാഴ്ചകൾ കാണാൻ, അവിടുത്തെ കാഴ്ചകൾ കാണാൻ ബാക്കിയുണ്ട്. അങ്ങോട്ട് പോയിട്ട് ആ കാഴ്ചകളും കാണാം. നേരത്തെ കാണിച്ചില്ലേ ഈ ഗേറ്റില്ല, ഇത് മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡ് വഴി വരുമ്പോൾ ചെറിയൊരു ഗേറ്റാണ്. അത് സൂക്ഷിച്ച് നോക്കിയാൽ കറക്റ്റ് ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ലൊക്കേഷൻ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഗേറ്റ് കിട്ടും. ഇതിനുള്ളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഇത് മുഴുവൻ ഇതാണ് കാഴ്ച, മുഴുവൻ മരങ്ങളാണ്. ഇവിടുത്തെ കാഴ്ച ഉണ്ട്. തീരെ തിരക്കില്ല, 1-2 കാറ് മാത്രമാണ് ഉള്ളത്. ഇത് കണ്ടോ, ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി, കുറച്ച് ലേറ്റായി. ഈ ഒരു കാഴ്ചയില്ല, അതായത് ഈ കാണുന്ന മരങ്ങളില്ലേ, ഇതിങ്ങനെ ലാസ്റ്റ് നമ്മൾ കണ്ണെത്താ ദൂരത്തോളം ഈ ഒരു മരങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ തറയിലെല്ലാം കരിയിലയാണ്. നന്നായിട്ട് മണ്ണുണ്ട് കേട്ടോ, പൊടിയുണ്ട്. ഇവിടെ മുഴുവൻ ഇങ്ങനെ കിളികളുടെ ശബ്ദവും എന്താ പറയുക, കാറ്റ്, അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലേതോ ഒരു ചെറിയൊരു വനത്തിൻ്റെ സൈഡിലൊക്കെ പോയതുപോലുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൈക്കിളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്പോട്ടാണ്. ഞാനത് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് കാറൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് മെയിൻ റോഡിൽ നിന്ന് വളരെ ഒരു 5 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ പറ്റുന്നവർ വന്ന് കാണുക. വളരെ നല്ലൊരു പ്ലേസാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട്, അതായത് ഈ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. ഒരുപാട് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോ സ്പോട്ട് തന്നെയാണ്.
ഭാഗം കൂടി കാണാൻ ബാക്കിയുണ്ട്. നമ്മൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് കുറച്ച് ദൂരം കാണാൻ ബാക്കിയുണ്ട്. ആ റോഡ് ശരിക്കും പോയിട്ട് മെയിൻ റോഡിലാണ്, നമ്മൾ വരുന്ന വഴിക്കാണ് ആ റോഡും പോയിട്ട് ജോയിൻ ആകുന്നത്. നമുക്ക് ആ കാഴ്ചകളും കൂടെ കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അക്കോമഡേഷൻ ആണെന്ന് തോന്നുന്നു. നേരത്തെ കണ്ട തരത്തിലുള്ള മരങ്ങളല്ല ഇവിടെ ഉള്ളൂ. ഇവിടെ ഗാഫ് മരങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അവിടെ മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മരങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്. വരുന്ന വഴിക്ക് ഇതുപോലെയുള്ള ഇത് കണ്ടോ, ഇത് കിളികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളവും ഫുഡും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കിളികൾ, 4 പാടും ഒരുപാടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ മുഴുവൻ കിളികളാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഈ ഒരു ഗാഫ് ട്രീ ഇല്ലേ, ഇത് മുഴുവൻ ഗാഫ് ട്രീ ആണ്. എന്താ ചെയ്യുന്നേ? ഫോട്ടോ എടുത്താണോ? എന്തിൻ്റെ ഫോട്ടോ ആണ്? എന്നിട്ട് എവിടെ കാണിക്ക്. ഓക്കെ, പിന്നെ നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇനിയും ഇതിങ്ങനെ മുമ്പോട്ട് ഒരു 1-2 കിലോമീറ്റർ ഇങ്ങനെ പോകുന്നുണ്ട്. മുഴുവൻ ഈ പച്ചപ്പ് തന്നെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഇപ്പോൾ സൺസെറ്റായി, ഏകദേശം സൺസെറ്റ് ആകാറായി. നല്ല ഒരു പ്രത്യേക വൈബാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും വൈബ് എന്ന് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ അതാണ് സത്യം. നിങ്ങളെന്തായാലും ഈ ഒരു സ്പോട്ട് മിസ്സാക്കരുത്. തിരക്കൊന്നുമില്ലാത്ത ഒരു നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും വരിക ഇവിടെ. ഇതൊരു വളരെ ചെറിയ വീഡിയോ ആണ്, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. പക്ഷേ വളരെ നല്ലൊരു സ്ഥലമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളും ഇവിടെ വരിക, ഈ സ്ഥലമൊക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.